ഒരു ചികിത്സക്ക് ഒരാൾ വന്നാല് കാശില്ലായിട്ട് ചികിത്സിക്കാണ്ട് പോകരുത്. അതിന്റെ നിർബന്ധമാണ്. കാരണം നമ്മളൊരു സ്വന്തം നാട് പോലെയെന്ന അഭിപ്രായം. കാശില്ല എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് വായിച്ചോ, അല്ലാണ്ട് അത്രയും വേണമെന്ന് പറഞ്ഞിട്ടൊന്നും എനിക്കൊരു ഒരു ആതുര സേവനം കൂടി ആണ് ഇത്. 1986 കണ്ണൂർ ജില്ലയിലെ സുന്ദരമായ കോളയാടി എന്ന ഗ്രാമത്തിൽ നിന്നും പ്രവാസ ജീവിതത്തിലേക്ക് വിമാനം കയറിയ മലയാളിയാണ് ശ്രീ അസീസ് കോളയാട്. കോളയാടിൻ്റെ കുളിരും പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും മാത്രം കൂട്ടിനുണ്ടായിരുന്ന അസീസ് കോളയാടി എന്ന പ്രവാസി മലയാളി അന്ന് ഒമാന്റെ മണ്ണിൽ കാലുകുത്തിയത് വലിയൊരു ചരിത്രത്തിന്റെ ആദ്യ അധ്യായം കുറിക്കാനായിരുന്നു. മസ്കത്ത് നിന്ന് ബിഡ്ബിഡിൽ ഒരു ഒമാൻ ഓയിൽ പമ്പ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഒമാൻ ഓയിൽ പമ്പ് എവിടെയാണ്, അവിടെ ഇറങ്ങിയാൽ മതി. I am Dr. Osama Tahoum, a general practitioner in Ajmal Clinic. I am here about 8 years and already my experience as a GB in Oman about 12 years. We are here since 8 years working as a GB. Already we are managing all cases of emergency, diabetes, hypertension and all this. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മരുഭൂമിയിലെ ചൂടിലും കാറ്റിലും ഉരുകിത്തീരാതെ തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ അസീസ് കോളയാടി ഇന്ന് വിജയത്തിൻ്റെ കൊടുമുടിയിലാണ്. രുചിക്കൂട്ടുകളുടെ ഹോട്ടൽ ലോകത്തുനിന്നും തുടങ്ങി വസ്ത്രവൈവിധ്യങ്ങളുടെയും വർണ്ണക്കാഴ്ചകളുടെയും നിത്യജീവിതത്തിൻ്റെ ഭാഗമായ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലൂടെയും അദ്ദേഹം ഒരു വലിയ ജനതയുടെ വിശ്വസ്തനായി മാറി. പക്ഷേ ആ വലിയ മനസ്സ് താലോലിച്ച ഏറ്റവും വലിയ സ്വപ്നം മനുഷ്യൻ്റെ വേദനകൾക്ക് തണലാകുക എന്നതായിരുന്നു. പീഡിയാട്രിക്, പിന്നെ ഗൈനക്ക്, GP, ജനറല്, പിന്നെ വിസ മെഡിക്കല്, പിന്നെ അതേപോലെ ഇനിയിപ്പോ ഒപ്തോൽമോളജിസ്റ്റ് വരുന്നുണ്ട്. عيادات أجمل الطبية بمحافظة شمال الشرقية. نحن هون معكم بعيادات أجمل، بنتمنى نعطيكم أحلى ابتسامة وبنتمنى تحصلوا من عنا على أحسن معالجة وأفضل معالجة. شكرا لكم، شرفتونا. 10 വർഷങ്ങൾക്ക് മുമ്പ് ഒമാനിലെ ഇബ്രയിൽ തറക്കല്ലിട്ട ജോഹാറ അജ്മൽ ക്ലിനിക് ഇത് വെറുമൊരു ചികിത്സാ കേന്ദ്രമല്ല, മറിച്ച് അസീസ് കോളയാട് എന്ന മനുഷ്യസ്നേഹിയുടെ കാരുണ്യത്തിൻ്റെ കയ്യൊപ്പാണ്. ഇന്ന് ആ പാരമ്പര്യം പുതിയ കാലത്തിൻ്റെ വേഗതയിലേക്ക് കൈമാറുകയാണ് അദ്ദേഹം. തൻ്റെ മകൻ അജ്മൽ അസീസ് അജ്മൽ മെഡിക്കൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ വൈസ് ചെയർമാൻ കൂടിയാണ്. അച്ഛൻ്റെ നിഴലായി കൂടെ തന്നെയുണ്ട്. അനുഭവസമ്പത്തിൻ്റെ കരുത്തും യുവത്വത്തിൻ്റെ പ്രസരിപ്പും ഒത്തുചേരുമ്പോൾ ഒമാൻ്റെ മുക്കിലും മൂലയിലും അജ്മൽ ക്ലിനിക്കിൻ്റെ സ്വാതന്ത്ര്യം എത്തിക്കുക എന്ന മഹത്തായ ലക്ഷ്യം ഇന്ന് സഫലമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഞങ്ങളൊരു ചെറിയൊരു സ്ഥാപനമായിട്ടാണ് തുടങ്ങിയത്. ഡെൻറ്റൽ ആൻഡ് GP, ജസ്റ്റ് ആസ് എ ഡെൻറ്റൽ ആൻഡ് GP ക്ലിനിക് ആൻഡ് ഓൾസോ പിന്നെ ഒരു 3 ബെഡും അതും വെച്ച് തുടങ്ങിയതാണ്. ഇപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് 5 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, മോർ ദാൻ 7 ഡോക്ടേഴ്സ് ആൻഡ് മോർ ദാൻ വി ആർ ബിഗ് ഫാമിലി നൗ. എന്നാൽ ആൾക്കൂട്ടങ്ങൾക്കും ആദരങ്ങൾക്കും നടുവിൽ നിൽക്കുമ്പോഴും ശ്രീ അസീസ് കോളയാട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നീറുന്ന ഒരു വിങ്ങലുണ്ട്. തൻ്റെ വളർച്ചയിൽ തണലായി നിൽക്കേണ്ടിയിരുന്ന, തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ റോൾ മോഡലായി നാം എന്നും കാണുന്ന പ്രിയപ്പെട്ട പിതാവ് ഇന്ന് ഈ നേട്ടങ്ങൾ കാണാൻ ഒപ്പമില്ല എന്ന സത്യം. അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അർപ്പിക്കുന്ന പ്രണാമമാണ് അസീസ് കോളയാടിൻ്റെ ഓരോ വിജയവും. ആ വലിയ മനുഷ്യൻ പകർന്നു നൽകിയ മൂല്യങ്ങളാണ് ഇന്നും തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ നെടുന്തൂൺ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. തനിച്ചായിരുന്നില്ല അസീസ് കോളയാടിൻ്റെ യാത്ര. തൻ്റെ കരുത്തും കാവലുമായി കൂടെയുണ്ടായിരുന്ന സഹോദരങ്ങളാണ് ഈ വിജയഗാഥയിലെ നിശബ്ദ സാക്ഷികൾ. അവരുടെ സ്നേഹവും പിന്തുണയും അസീസ് കോളയാടി എന്ന സംരംഭകന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പിന്നോട്ട് പോകാനും പറഞ്ഞ അവര് നല്ല സപ്പോർട്ടും തന്നു, നല്ല റിസ്ക് എടുക്കും. രണ്ടാമത് നമ്മൾ ഏത് സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു സ്റ്റാഫൊന്നും നല്ലുണ്ട്, പിന്നെ നമ്മൾ ആ ടെൻഷൻ എടുക്കണം. അനുഭവങ്ങളുടെ കനലിൽ ചുട്ടെടുത്ത് സ്നേഹത്തിൻ്റെ നനവുള്ള ഒരു ജീവിതം, അതാണ് അസീസ് കോളയാട്. ഇത് വെറും ഒരു ബിസിനസ് കഥയല്ല, മറിച്ച് തലമുറകൾ കൈമാറുന്ന വിശ്വാസത്തിൻ്റെ അടയാളമാണ്. യാത്രകൾക്കും തിരക്കുകൾക്കുമിടയിൽ ദർശന TV വിരുന്നിൻ്റെ പ്രേക്ഷകരുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇന്നെത്തുന്നത് ശ്രീ അസീസ് കോളയാടാണ്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അസീസ് കോളയാടിനെ വിരുന്നിൻ്റെ ഈ മഹത്തായ ഇടത്തിലേക്ക്. സ്വാഗതം. സർ, വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാണ് അസീസ് കോളയാട് സാറിന്റെ വിരുന്നിലേക്ക്. സർ നമസ്കാരം. സർ, ആദ്യം തന്നെ 40 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ ടൈം, ഒരു കാലയളവാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അത് ഇന്ത്യ എന്ന രാജ്യത്തിനപ്പുറത്തേക്ക് ഒമാൻ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തേക്ക് വരിക,
ഇവിടെ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുക, സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അങ്ങയുടേത്. ആദ്യം ഈ കോളയാട് എന്ന് പറയുന്ന ഒരു ഗ്രാമം, സാറ് പേരിനോടൊപ്പം അസീസ് കോളയാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു പ്രവാസ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയാം? നമ്മളെ ഫാമിലിയായിട്ട് ശരിക്കും ഒരു 72-73 മുതൽ ഒമാനുമായിട്ടൊരു ബന്ധമാണ്. കാരണം എൻ്റെ അളിയനാണ് ബസ്സിൽ ഒമാനിലേക്ക് വരുന്നത്. അന്ന് കപ്പൽ വഴിയാണ് വരുന്നത്. ഞാനൊക്കെ ചെറുത് ഒരു 5 വയസ്സൊക്കെ 6 വയസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ നമ്മള് ഇവര് വരുമ്പോൾ പിന്നെ ആ നല്ല സ്മെല്ലും അതൊക്കെ നമ്മള് ശരിയാണ്. അതായത് അന്നൊക്കെ നല്ല സ്പ്രേ നല്ല നല്ല പെട്ടി ആരാധകർ. അപ്പൊ അത് അങ്ങനെ നമ്മളും പിന്നെ പുള്ളി പെട്ടെന്ന് ഒരു 83-84 ഇവിടെ തന്നെ മരിച്ചു. അപ്പൊ അത് നമ്മളെ ഫാമിലിക്ക് ഭയങ്കര ഒരു നഷ്ടമായിപ്പോയി. നഷ്ടം വലിയൊരു നഷ്ടം നടത്താൻ പറ്റാത്ത. പിന്നെ അത് കഴിഞ്ഞ് ആ വയസ്സിൽ തന്നെ ഒരുപാട് പേരെ പുള്ളി അവിടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ ഇന്ന് ഓൾമോസ്റ്റ് മൊബൈൽ പച്ചക്കറി മാർക്കറ്റിലെ പിന്നെ കണ്ണൂർ ജില്ലക്കാരായി കഴിഞ്ഞാലും പിന്നെ മറ്റുള്ള ഈ ഏരിയയിലുള്ള അധികം ആളും പുള്ളിന്റെ കെയർ ഓഫിലന്ന് വന്ന മനസ്സിലായി. പുള്ളി കുറെ ആളെ കൊണ്ടുവന്ന് അവർ വഴി അങ്ങനെ വന്നതാണ്. ഇപ്പൊ കൂടുതലും കോളയാട് മാനന്തേരി ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. പിന്നെ അതിനുശേഷം അപ്പൊ ഞാനും കുറച്ച് പിന്നെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അങ്ങനെ 86 ഫസ്റ്റില് വരുന്നത്. 86 എങ്ങനെയായിരുന്നു ഒരു ട്രാവൽ? അത് അന്ന് ഇല്ല, കേരളത്തിൽ നിന്നൊന്നും ഡയറക്റ്റ് ഇല്ല. പിന്നെ തിരുവനന്തപുരം എയർപോർട്ടായിട്ടുണ്ട്. പിന്നെ കോഴിക്കോടും കൊച്ചിയൊന്നും വന്നിട്ടില്ല ആ സമയത്തൊന്നും ഇല്ല. തിരുവനന്തപുരം എയർപോർട്ടാണ്. അപ്പൊ നമ്മൾ വരിക തലശ്ശേരി ബസ്സിൽ ബോംബെയിലേക്ക്. അപ്പൊ ഒരു 2 ദിവസം ബസ്സില് പിന്നെ ബോംബെയിൽ വന്ന് അവിടെ സ്റ്റേ ചെയ്ത് അവിടുന്നാണ് ടിക്കറ്റും കാര്യങ്ങളിലും എടുത്തിട്ട് ഇവിടത്തേക്ക് വരിക. ബോംബെ എയർപോർട്ടിലായിരുന്നു. എയർപോർട്ടിലോ ഇബ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഇപ്പം സാധാരണ അന്ന് വരുന്നവരൊക്കെ ഈ മസ്കറ്റൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതെ, ഇബ്ര ഞാൻ പറഞ്ഞില്ല, അളിയൻ ആദ്യം വന്ന് ഇബ്രയിൽ ഒരു സംരംഭം ഉണ്ടായിരുന്നു, ഒരു ഹോട്ടൽ ഫീൽഡിലായിരുന്നു. അത് പിന്നെ മാമനിലേക്ക് കൈമാറി അളിയൻ മരണപ്പെട്ടപ്പോ പിന്നെ മാമന്റെ കെയർ ഓഫിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ അവിടെ ഇറങ്ങി അവിടെ എയർപോർട്ടിൽ വന്നു. മസ്കത്ത് നിന്നുള്ളൊരു അന്നത്തെ പഴയ ഒരു പ്രവാസി KP അബ്ദുള്ള എന്ന് പറഞ്ഞ അയാള് മരണപ്പെട്ടു ഇപ്പൊ. അപ്പൊ പുള്ളിയാണ് എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത്. പുള്ളിയുടെ കൂടെയാണ് ഇബ്രയിലേക്ക് വരുന്നത്. അപ്പം പുള്ളി എനിക്കന്ന് പറഞ്ഞു തന്ന അടയാളം മസ്കത്ത് നിന്ന് ബിഡ്ബിഡിൽ ഒരു ഒമാൻ ഓയിൽ പമ്പ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഒമാൻ ഓയിൽ പമ്പ് എവിടെയാണെന്ന് അവിടെ ഇറങ്ങിയാൽ മതി. അപ്പൊ അത്രേ വേറൊന്നുമില്ല. ബസ്സിലാണ് ബസ് ഉണ്ടാവും. ഒരു ബസ്സായിട്ടേ ഉള്ളൂ ആ സമയത്ത്. അല്ലെങ്കിൽ പിന്നെ പിക്കപ്പിന്റെ റിസൈലിൽ വന്ന് പിന്നെ പോകും. പിക്കപ്പിന്റെ ബേക്കിലൊക്കെ എത്തിയിട്ടാണ് അന്ന് വരിക. ഇനി AC ഉള്ള കാറിൽ കയറും. ഇവന്മാര് AC ഉണ്ട് എന്ന് പറയും. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വിട്ടാൽ AC അങ്ങ് ഓഫ് ചെയ്യും. ഗ്ലാസ് നല്ല ചൂട് സമയത്തൊക്കെ അങ്ങനെയായിരുന്നു അന്നത്തെ ഇതൊക്കെ ഒരു കാലഘട്ടം. പക്ഷെ എന്നാലും പിന്നെ ഒമാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മളെ എന്താ പറയാ നാട്ടിനേക്കാളും റെസ്പെക്റ്റും കാര്യങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ് ഒമാൻ. അതെന്തായാലും ഒമാനിൽ വന്നൊരു 2-3 വർഷം നിന്നാള് പിന്നെ ഒമാൻ വിട്ടുപോകില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഒമാനുണ്ട്. നമ്മളൊരു ഓഫീസിൽ കയറി പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ഏതൊരു ഉദ്യോഗസ്ഥന്റെ മുന്നിൽ പോവുകയാണെങ്കിലും നമ്മളവിടെ ഇരിക്കണം. അല്ലാണ്ട് പിന്നെ ഓച്ചാനിച്ച് നിൽക്കാൻ പാടില്ല. അത് നമ്മള് ഒരു സിസ്റ്റമാണ്. അതായത് ശരിക്കും ഒരു ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടില് വരുന്നൊരു ഇതാണ്. കാരണം നമ്മള് ആരെ മുന്നിലും നിൽക്കരുത്, ദൈവത്തിന്റെ മുന്നിലല്ലാണ്ട് വേറെ ഒരാളെ മുന്നിൽ വണങ്ങരുത് എന്നുള്ള ഒരു സിദ്ധാന്തം ഉണ്ടല്ലോ. ആ ഒരു ഇതാണ്. അപ്പൊ നമ്മൾ ഏത് ഓഫീസിലും ഏത് വീട്ടിലും കയറ്റി ചെന്നാല് അന്നേരം നമ്മൾ അവര് ഇരിക്കാൻ പറയും. എന്നാൽ അവർക്ക് ദേഷ്യ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊന്നും നമ്മളോട് പഠിപ്പിക്കുകയാണ്. അതെ 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 അവിടെ ഇരിക്കുന്ന ഇരിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. ഈ രാജ്യം ഇപ്പോ സാറിപ്പോ ആദ്യം ഈ രാജ്യത്തേക്ക് എത്തുന്നു. ഇവിടെ എത്തുന്ന സമയത്തേക്ക് താങ്കൾ ആദ്യം ചെയ്തിരുന്നത് സ്വന്തമായി ചെയ്ത ബിസിനസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പരിപാടി. ആദ്യം ടെക്സ്റ്റൈൽ ഫീൽഡ്. എന്തായിരുന്നു അതിന്റെ പേര്? ടെക്സ്റ്റൈല് എന്റെ അത് തന്നെ കോളയാട് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടാണ് ടെക്സ്റ്റൈൽ ഇവിടെ ബിദിയ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടുത്തെ ഒരു 60 കിലോമീറ്റർ അങ്ങോട്ട് ബിദിയ എന്ന് പറഞ്ഞ സ്ഥലത്ത്. പിന്നെ അത് ഒരു ഇബ്രയിൽ ഒരു ബ്രാഞ്ച് കൊണ്ടുവന്നു, 2 ബ്രാഞ്ച് കൊണ്ടു. അതിന്റെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 പേരും തുടങ്ങി. പിന്നെ അത് കുറെ കഴിഞ്ഞപ്പോ 2 പേരും ആ സമയത്തൊന്ന് കല്യാണമൊക്കെ 2 പേരും കല്യാണം. അയാൾ ആദ്യം പോയി കല്യാണം കഴിഞ്ഞ് വന്നു, വീണ്ടും ഞാൻ പോയി കല്യാണം കഴിഞ്ഞു. പിന്നെ 2 പേരും പാർട്ട്ണർഷിപ്പ് ഒക്കെ പിരിഞ്ഞപ്പോ എന്തായി, പിന്നെ നമ്മളെ ഈ അന്നൊക്കെ 150-200 കിലോ കൊണ്ടുപോകും
ഓ നമ്മളെ നാട്ടിൽ പോകുന്ന ആള് തുണികളൊക്കെ. പിന്നെ അത് അത്രയും കൊണ്ടുപോകാം? അത് അത്രയും കൊണ്ടുപോകാം. ലഗേജിന് ലിമിറ്റ് ഒന്നുമില്ല. ഇല്ല. പിന്നെ ആ ലിമിറ്റെല്ലാം വന്നതോടുകൂടി ആ ടെക്സ്റ്റൈൽസ് ബിസിനസ് പിന്നെ നാട്ടിൽ പോകുന്ന ആള് 30 കിലോ ഒക്കെ ആയല്ലോ ആ സമയത്ത്. പിന്നെ കുറെ അത് 2000 നാട്ടിൽ ടെക്സ്റ്റൈൽ എത്തിക്കുന്നത് അല്ല, നാട്ടിൽ കൊണ്ടുവന്ന് എവിടുന്ന് വാങ്ങിച്ചിട്ട് ഫോറിൻ സാധനല്ലേ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അത് അവിടെ നമുക്ക് ബിസിനസ് ഉണ്ടാക്കാം. അപ്പൊ എല്ലാ നാട്ടിലിപ്പോ ഫാമിലിക്കൊക്കെ കൊടുക്കാനൊക്കെ 100 കിലോ മിനിമം അന്ന് കൊണ്ടുപോകും. വലിയ 2-3 പെട്ടിയൊക്കെ ആയിട്ട് പോകുക. അപ്പൊ പണ്ടൊക്കെ പ്രവാസികളൊക്കെ തന്നെയാണ്. പിന്നെ അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്തപ്പോ പിന്നെ ഡൗൺ ആയി. പിന്നെ ഹൗസ് ഹോൾഡ് പിന്നെ റെഡിമെയ്ഡ് ഫീൽഡിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റുകൾ. പിന്നെ അങ്ങനെ ഒരു അന്ന് മുതലെയുള്ള ചെറിയൊരു ആശയമാണ് ചെറിയൊരു ക്ലിനിക്ക്. ഞാൻ ഇത്രയും ഡിഫിക്കൽട്ട് ഫീൽഡാന്ന് എനിക്ക് അറിയില്ല. കാരണം ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, ഒന്നും അറിയാണ്ട് തുടങ്ങിയത്. പക്ഷെ അൽഹംദുലില്ലാ നമ്മളെ നല്ല, ഞാൻ പറയല്ലേ, ഏത് സ്ഥാപനത്തിലും ഒരു നല്ലൊരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് സ്ഥാപനം ടെൻഷനിലാണ്ട് പോകും. പിന്നെ വരുന്നവരൊക്കെ നല്ല ഇനി ഫസ്റ്റിൽ വരുന്ന സ്റ്റാഫ് കുറച്ചൊരു വിഷമാണ്. പിന്നെ എല്ലാ സ്റ്റാഫുകളും അതേപോലെ തന്നെ പോവുക. അതേപോലെ ഇത് ഇവിടെ നല്ലൊരു ഡോക്ടറെ കിട്ടി. Dr. Osama Tahoun, general practitioner in Agmal Clinic. I am here about 8 years, and already my experience as a GB in Oman about 12 years. We are here since 8 years working as a GB. Already we are managing all cases of emergency, diabetes, hypertension, and all this. Mr. Aziz, I work here with Mr. Aziz about in 2016. I was terminated from ministry, and already before I work, I know Mr. Salim, his brother, in government hospital, and the first time we are met him in hospital, government. Alhamdulillah, I think the first meeting with Mr. Aziz, I was happy, and he is a good owner, and he is a good investor as an Indian. It was first time to work with Indian people. I think we are brothers, not owner and not related to owner. This is different, you know. I can't tell what inside because it's more story about between me and the clinic and Agmal. And I consider this a clinic, not his clinic. It's my clinic. He said you are the pillar. You what? The pillar of this hospital. Exactly. Sure. He said me about you. Yeah. So Dr. Osama. already I want to thank him about his support already. He gave me more support. السلام عليكم ورحمة الله وبركاته. أنا الدكتورة فاطمة العمر من عيادات أجمل الطبية بمحافظة شمال الشرقية. نحن هون معكم بعيادات أجمل، بنتمنى نعطيكم أحلى ابتسامة وبنتمنى تحصلوا من عنا على أحسن معالجة وأفضل معالجة. شكرا لكم، شرفتونا. And about your MD. What I can spoke, tell me. I just the first time I don't do anything like that before. He's a very nice person and Yes. نحن هون بعيادات أجمل كلياتنا كعائلة، وطبعا المستثمر هو المستر عزيز، بيعتبر الأب الكبير لنا، والحمد لله يعني متفاهمين وبنحب بعضنا وشكرا. Thank you so much. Thank you. മുഹമ്മദ് അഫ്സൽ. ഞാനിപ്പോൾ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 10 വർഷമായി. പിന്നെ ബോസിൻ്റെ കൂടെ ഇപ്പോൾ ഏകദേശം 10-16 വർഷമായി. 2009 വന്നതാണ്. ഇപ്പോൾ 16 വർഷമായിട്ട് ബോസിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 10 വർഷമായി തുടങ്ങിയിട്ട്. നമ്മൾ പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട് വിത്തിൻ 2 മന്തിനുള്ളിൽ. സിനാവ് എന്ന സ്ഥലത്താണ് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ ഈ 16 വർഷമായിട്ട് മൂപ്പർ ഒന്നിച്ചെന്നെ ഉണ്ട്, ബോസിൻ്റെ ഒന്നിച്ചെന്നെ ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ 10 വർഷം മുമ്പ് മൂപ്പർക്ക് കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഇപ്പം 10 വർഷമായിട്ട് ഈ ഹോസ്പിറ്റൽ ഫീൽഡുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കുറച്ച് നന്നായിട്ട് നമുക്ക് ലോസ് വന്നു. കാരണം അതിപ്പോ ഏത് ഹോസ്പിറ്റലിൽ വന്ന് തുറന്നാലും ഞാൻ ഒരു പാഠം പിടിച്ച ഹോസ്പിറ്റൽ സിറ്റി എല്ലാം നമുക്ക് ചെറിയൊരു ചെലവ് മിനിമം ഒരു 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം. പക്ഷെ അത് നമ്മൾ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ വേറെ ഒരു 5 ലക്ഷം നമ്മൾ അക്കൗണ്ട് കാണണം. അത് നിർബന്ധമാണ്. ഒന്നാമത് ഡോക്ടേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ കറക്റ്റ് സാലറി ഇല്ലെങ്കിൽ അവര് നിൽക്കില്ല. ഒരു സ്റ്റാഫ് അതെ.
അവര് നിർത്തിണ്ടെങ്കിൽ അപ്പൊ ഞാൻ സെറ്റ് ചെയ്യാൻ എല്ലാവരും വിചാരിക്കും പെട്ടെന്ന്. അത് ഒരുപാട് ഒമാനിയസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെ ക്ലോസ് ചെയ്ത് എത്രയോ സംഭവങ്ങൾ ഇപ്പം പൂട്ടിക്കിടക്കുന്നുണ്ട്. കാരണം നമുക്ക് സെറ്റ് ചെയ്യാൻ ചെറിയൊരു പൈസയുള്ളൂ, പക്ഷെ ഇത് എന്തായാലും ഒരു 3 വർഷം നമ്മൾ റൺ ചെയ്യേണ്ട കോസ്റ്റ് കണ്ടേ തീരും. ഞാൻ ഒരു മെയിനായിട്ട് പിടിച്ചു. ആരോഗ്യ മേഖലയില് ഇപ്പൊ ഇബ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ആരോഗ്യ മേഖലയില് ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിൽ ഒന്നാണ് സൊഹാർ അജ്മൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഏതൊക്കെ ട്രീറ്റ്മെന്റുകളാണ് ഉള്ളത്? ഇവിടെ ഇപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റ്, ഒരുവിധം എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. ഇനി പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഉള്ള പീഡിയാട്രിക്, പിന്നെ ഗൈനക്ക്, GP, ജനറൽ, പിന്നെ വിസ മെഡിക്കല്, പിന്നെ അതേപോലെ ഇനിയിപ്പോ ഒപ്തോൾമോളജിസ്റ്റ് വരുന്നുണ്ട്, വരുന്നുണ്ട്. അത് റെഡിയായി. പിന്നെ ഓർത്തോ പീഡിയാട്രിക് വരുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പം പുതിയ പുതിയ ഓൾമോസ്റ്റ് എല്ലാം ഇന്റേണൽ മെഡിസിൻ വരുന്നുണ്ട്. അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഇപ്പൊ പുതിയ നമ്മുടെ എന്തെങ്കിലും ബ്രാഞ്ചസുകൾ തുടങ്ങുന്ന സാധ്യതകൾ? പുതിയ അടുത്തൊരു ബ്രാഞ്ചിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക സിനാവില്. ഇപ്പൊ എന്തായാലും ജനുവരിയോടുകൂടി ഓപ്പൺ ആക്കാൻ പറ്റുമെന്നാ തോന്നുന്നു. ഒരു ഇപ്പൊ നമ്മളിപ്പോ സാറിപ്പം സാറിന്റെ എനിക്ക് തോന്നുന്നു സാറിന്റെ ഒരു വലിയ ഭാഗം തന്നെ ഒമാനിലാണ് ജീവിച്ചത്. അപ്പൊ ഇവിടെ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് സാറിന്റെ പേര് പറഞ്ഞാൽ തന്നെ അസീസ് കോളയാട് എന്ന് പറഞ്ഞാൽ അസീസ് ഇബ്ര എന്ന് പറയേണ്ട അവസ്ഥയാണ്. സാറിന്റെ പേര് എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളികളും. കാരണം വെച്ചാൽ ഒരു പ്രോമിനന്റ് മലയാളി എന്ന നിലയ്ക്ക്, ഒരു ബിസിനസ് മേഖലയിലെ ഒരു സാമൂഹിക സാംസ്കാരിക പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും സാറിന് എല്ലാവർക്കും അറിയാവുന്നതാണ്. സാർ, ഈ ഒരു രാജ്യം ഈ ഒരു ബിസിനസ് സംഘകാരനെ അല്ലെങ്കിൽ ഒരു പ്രവാസിക്ക് എത്രമാത്രം സപ്പോർട്ടാണ് ഒന്ന് കൊടുക്കും? സ്ട്രെയിറ്റ് പോയാല് എല്ലാം സപ്പോർട്ട് തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിലത്ര ബിസിനസ് ചെയ്യാൻ നമ്മളെ നാട്ടിലത്ര ടെൻഷനും കാര്യങ്ങളും അതൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ മേഖലയിലും, കാരണം നമ്മള് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞു. പിന്നെ ചില നിയമങ്ങൾ ഇവരെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരെ പ്രജകളെ നന്നാക്കി എടുത്തേ മതിയാവും. കാരണം ഇപ്പൊ മുല്ലപ്പൂകളും വിപ്ലവം പോലത്തെ എല്ലാം കണ്ടില്ലേ, അതുപോലെ എല്ലാ രാജാക്കന്മാർക്കും ഒരു ഭയമാണ്. കാരണം അപ്പൊ പരമാവധി ഇവരെ പൗരന്മാരെ സപ്പോർട്ട് ചെയ്യും. അത് പിന്നെ അതിന്റെ കൂടെ നമ്മള് നല്ല നല്ല ഇനിയും ഒരുപാട് മേഖലകളിൽ ഇവിടെ നല്ല നല്ല ചാൻസുകൾ ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. പെരുന്നാൾക്ക് ഒമാനിലെ പോലെ അത്ര സൗകര്യവും സപ്പോർട്ടും ഉള്ള സ്ഥലം ഇപ്പോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നു. ഇപ്പം സൗദിയൊക്കെ പറയാനൊക്കെ ഭയങ്കര ഓപ്പൺ ആക്കിയിട്ട്, പക്ഷെങ്കിൽ അവിടുത്തെ ഒന്നും ഇവിടുത്തെ നിയമമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. GCC തന്നെ ഏറ്റവും നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഞാൻ ദുബായി പോയി ഇടയ്ക്ക് ഇവിടെ ഒമാനിന് ശേഷം വന്നപ്പോൾ ദുബായി പോയി അജ്മാലിൽ പോയിട്ട് ഒരു ഷോപ്പ് ഇട്ടിരുന്നു, റെഡിമെയ്ഡ് ഷോപ്പ്. പക്ഷെ അതൊക്കെ ഒരുപാട് ലോസ്. കാരണം അവിടെയൊക്കെ പേപ്പർ വർക്ക് തന്നെ നല്ലൊരു എമൗണ്ട് ആണ്. നമുക്കൊരു വിസയൊക്കെ ആക്കി എടുക്കാൻ തന്നെ അന്നൊക്കെ നല്ലൊരു എമൗണ്ട് ആണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ്. ഫ്രണ്ട്ലിയാണ് ഒമാൻ, എപ്പോഴും ഫ്രണ്ട്ലിയാണ്. എപ്പോഴും ഇവിടുത്തെ അധികാരികളായാലും സുൽത്താനായാലും എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നല്ല കാര്യങ്ങൾ. നല്ല ഇതാണ്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത്, എനിക്ക് തോന്നുന്നു ഈ സ്വദേശികൾ, ഇവിടുത്തെ സ്വദേശികൾ ശരിക്കും നമ്മളോട് കാണിക്കുന്നത് ഒരു എന്താ പറയണ്ട ഭയങ്കര റിലേഷൻഷിപ്പ്. ഒരു ബ്രദറെ പോലെ തന്നെയാണ് എല്ലാവരും. അങ്ങനെ എല്ലാവരും ഇനിയിപ്പോ നമ്മൾ എന്ത് വഴക്ക് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അവർ വന്ന് ഇങ്ങോട്ട് ലോകി അത്ര നല്ല ഭയങ്കര ഒരു റിലേഷൻഷിപ്പ്. ഒരുപാട് ഒമാനി സ്റ്റാഫുകൾ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഇവിടെ തന്നെ ഇപ്പൊ ഒരു 10-12 ഒമാനി സ്റ്റാഫുണ്ട്. പിന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. തീർച്ചയായിട്ടും അവരൊക്കെ തന്നെ എന്തിനാലും വിളിച്ചാൽ ഏത് സമയത്തും വരുന്ന, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഞാനിപ്പോ എപ്പോ പറയല, റിസപ്ഷനിൽ ഏൽപ്പിക്കല. ഒരു ചികിത്സക്ക് ഒരാൾ വന്നാല് കാശില്ലായിട്ട് ചികിത്സിക്കാണ്ട് പോകരുത് ഇവിടുന്ന്. അതിന്റെ നിർബന്ധമാണ്. കാരണം നമ്മളൊരു സ്വന്തം നാട് പോലെയെന്ന അഭിപ്രായം. അത് ഏത് ഒമാനിയായാലും ബംഗാളിയായാലും ഏതായാലും വന്നാല് കാശില്ലാന്ന് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് വായിച്ചോ. അല്ലാണ്ട് അത്രയും വേണമെന്ന് വന്നിട്ടൊന്നും എനിക്കൊരു ഒരു ആതുര സേവനവും കൂടി ആണ് ഇത്. അല്ല, അതൊരു വലിയ കാര്യമാണ്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു മനസ്സുണ്ടാകുക ശരിക്കും പറഞ്ഞാല് നമ്മളിപ്പോ ഈ കോവിഡ് സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഒരുപാട് നേരിട്ടുണ്ട്. നമ്മളെ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ ഒസാമ, ശരിക്കും അയാൾ ആ സമയത്തൊക്കെ നല്ല സപ്പോർട്ടാണ്. കാരണം പേഷ്യന്റിനോടായാലും നമ്മളോടായാലും എല്ലാം ഭയങ്കര സപ്പോർട്ട്. അയാൾ എല്ലാവരും ദൂരെ നിന്നിട്ട് ഇങ്ങനെ ഈജിപ്ഷ്യൻ ഡോക്ടറാണ്. ഞാൻ പേടിച്ചുകൊണ്ട് എടുത്തതാണ് ആ ഡോക്ടറെ. കാരണം ഈജിപ്ഷ്യൻ പറഞ്ഞാൽ കുറച്ചൊരു പെട്ടെന്നൊരു അങ്ങനത്തെ ഒരു, പക്ഷെ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാല് ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരാള്. പുള്ളി നമ്മുടെ ഈ അജ്മൽ ഹോസ്പിറ്റലിൽ അയാൾ അന്നും ഇന്നും ഒക്കെ അതിന്റെ മെയിൻ ആളാണ് അയാള്. മുതൽക്കൂട്ട് ഇപ്പൊ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് അയാള്, GP ആണ്. പക്ഷെ ഏത് ഡോക്ടേഴ്സ് വന്നാലും ഇയാൾ തന്നെ ടോപ്പിൽ. നമ്മൾ അയാൾക്ക് ഇത് കൊടുക്കണമല്ലോ. തീർച്ചയായിട്ടും ആ റെസ്പെക്ട് നമ്മൾ ഇപ്പൊ അങ്ങോട്ട് കൊടുക്കും. ഫാമിലിയെ കുറിച്ചൊക്കെ എന്ന് പറഞ്ഞാലേ, എല്ലാരും ഇവിടെ ആയിരുന്നു. പിന്നെ കുട്ടികളൊക്കെ എല്ലാ മക്കളൊക്കെ പഠിച്ചത് ഇവിടെയായിരുന്നു.
3 പെണ്ണും ഒരാണുമാണ്. മൂത്തവന്റെ പേരാണ് അജ്മൽ. അജ്മൽ. ആ പേരിൽ തന്നെയാണ് എൻ്റെ എല്ലാ സാധനങ്ങളും. ആദ്യം ഹൈപ്പർ മാർക്കറ്റ് ആയാലും എല്ലാം അവരുടെ പേരിൽ തന്നെയായിരുന്നു. അജ്മൽ തന്നെയായിരുന്നു. ഞാൻ അജ്മൽ അസീസ്, അജ്മൽ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാൻ. അജ്മൽ ക്ലിനിക്ക് മാർക്കറ്റിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 10 വർഷമായി. ഒരു മെഡിക്കൽ സെൻ്റർ എന്ന രീതിയിൽ ഞങ്ങൾ ജനറൽ, ഡെൻറ്റൽ, പീഡിയാട്രിക്, ഗൈനിക്, ലബോറട്ടറി, എക്സ്റേ സർവീസസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈക്വലി ഒമാനീസ് ആൻഡ് നോൺ ഒമാനീസ് ഞങ്ങളുടെ പേഷ്യൻ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇനി മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ, ഞങ്ങളുടെ സർവീസസ് ഓൾ ഓവർ ഒമാൻ ഞങ്ങൾക്ക് എത്തിക്കണം എന്നാണ്. അജ്മൽ ക്ലിനിക്ക് തുടങ്ങുന്നതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ചെയർമാനും എൻ്റെ ഫാദറുമായ മിസ്റ്റർ അസീസിൻ്റെ ഒരു ഡ്രീമായിരുന്നു. മൂപ്പർ ഞങ്ങളൊരു ചെറിയൊരു സ്ഥാപനമായിട്ടാണ് തുടങ്ങിയത്, ഡെൻറ്റൽ ആൻഡ് GP, ജസ്റ്റ് ആസ് എ ഡെൻറ്റൽ ആൻഡ് GP ക്ലിനിക്. ആൻഡ് ഓൾസോ പിന്നെ ഒരു 3 ബെഡും അതും വെച്ച് തുടങ്ങിയതാണ്. ഇപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് 5 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, more than 7 doctors, and more than we are a big family now, more than 31 staff we have. ഞങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ആകാനാണ്, ഞങ്ങൾ സർവീസുകൾ ഇമ്പ്രൂവ് ആക്കാനാണ്. ഇപ്പം മെയിൻ ബ്രാഞ്ചായ ഇബ്രയിലേക്ക് ഞങ്ങൾ ഓർത്തോപീഡിക്, ഒപ്താൽമോളജി ആൻഡ് ഫിസിയോതെറാപ്പി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വേറെ ബ്രാഞ്ചുകൾ തുറക്കാൻ പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈ ഒരു സർവീസ് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഞങ്ങൾ വിൽ ഗീവ് അവർ ബെസ്റ്റ് സർവീസ്. ഞങ്ങളുടെ ബെസ്റ്റ് സർവീസ് തന്നെ ഞങ്ങൾ ആൾക്കാർക്ക് കൊടുക്കും. അത് ഏത് പേഷ്യൻ്റ് ആയാലും ഏത് നാഷണാലിറ്റി ആയാലും ഒരു വേർതിരിവില്ലാതെ ഞങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യും. അജ്മൽ ക്ലിനിക്കിൻ്റെ ഇനിയൊരു വിഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒമാനിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലിനിക്കായിട്ട് മാറാനുള്ള ഒരു തയ്യാറെടുപ്പില്ല, അങ്ങനത്തെ ഒരു വിഷൻ കൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് വിത്തിൻ ഓൾമോസ്റ്റ് 5 to 10 years ഞങ്ങൾ ഒമാൻ, ഓൾ ഓവർ ഒമാൻ ഞങ്ങൾ ബ്രാഞ്ചസ് ഓപ്പൺ ആക്കാൻ പ്ലാൻ ഇടുന്നുണ്ട്. ഞങ്ങൾ അതിനുള്ള പഠിത്തം തൗഫീഖ് നൽകട്ടെ. പിന്നെ രണ്ടാമത്തെ മകളായിരുന്നു ഇവിടെ തന്നെ. പിന്നെ കലോഡിയൻ യൂണിവേഴ്സിറ്റിയിൽ അവിടെയാണ് പഠിച്ചത്. അവിടെ ബിടെക് കഴിഞ്ഞു. ഇത് പിന്നെ മൂന്നാമത്തെ മകള് ഇവിടെ തന്നെയാണ് പഠിച്ചത്. അവള് CMA. ഇളയ മകള് ഇപ്പൊ NFI മെഡിക്കൽ കോളേജിൽ MBBS 2ാം വർഷം പഠിക്കുന്നു. ബാക്കി എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു. ഇപ്പൊ മകളും മകളാവത്തവും ഖത്തറിലാണ് ഒരാള്. പിന്നെ രണ്ടാമത്തെ ഒരു കുവൈത്തിലാണ്. ഇവിടെ മറ്റെന്തെങ്കിലും ബിസിനസ്സുകളാണ് സാർ ചെയ്യുന്നത്? ഇവിടെ ഈ ഹോസ്പിറ്റലിലെ കൂടാതെ തന്നെ ഇപ്പൊ നിലവിൽ ചെറിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. പിന്നെ എനിക്കൊരു കമ്പനി ബർക്കയിലുണ്ട്, അലൂമിനിയം ഫാബ്രിക്കേഷൻ കമ്പനി ഉണ്ട്. ഇത്രേ ഉള്ളൂ ഇപ്പൊ. അവിടെ എങ്ങനെ പോകുന്നു? അവിടെ കുഴപ്പമില്ല. ഇനിയിപ്പോ അത് ഒന്നും കൂടി ഡെവലപ്പ് ആക്കിയിട്ട് ഒന്നും കൂടി ചെയ്യണം. ഇപ്പൊ എറണാകുളമുള്ള ഒരു ടീം ഇപ്പൊ വന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട്. ഷിഹാബ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ തുടർന്ന് എന്തെങ്കിലും മറ്റ് ഫ്യൂച്ചർ പ്ലാനുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോൾ നമുക്കൊരു ഘട്ടം ഇപ്പം ഇബ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇബ്രയുടെ ഒരു ഐക്കൺ തന്നെ വേണമെങ്കിൽ പറയാം, അജ്മൽ ഹോസ്പിറ്റൽ. ഇവിടുന്ന് തുടങ്ങുന്ന വർഷം ഏതായിരുന്നു സാറേ? ഇത് 2016 ഉദ്ഘാടനം ചെയ്തത് 2017 നവംബറിലാണ് ശരിക്കും ഉദ്ഘാടനം. ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് 2016 സ്റ്റാർട്ട് ചെയ്തിരുന്നു. അംബാസിഡർ ആയിരുന്നു. അതെ. ഇന്ദ്രമണി പണ്ട് ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നു. അന്നേരം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തോളാം, ഫോട്ടോസ് എടുത്തോളാം. ഓക്കെ. അതിനുശേഷം ഒരു വളർച്ചയിലേക്ക് എത്തുകയാണ്. കോവിഡ് വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുന്നു, പിന്നെ നമ്മൾ ഉയരങ്ങളിലേക്ക് പോവുകയാണ്. ഈ പുതുതായിട്ട് ബിസിനസ് ആരംഭിക്കുന്ന പ്രവാസി മേഖലയിലുള്ള കുട്ടികളോട് പുതുതായി എല്ലാ ദിവസവും ദിനംപ്രതി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു നിർദ്ദേശം, ഈ രാജ്യത്തൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വ്യക്തി നിലയ്ക്ക് താങ്കളോട് നിർദ്ദേശം കൊടുക്കാം. നമ്മള് നല്ല എക്സ്പേർട്ട് എടുക്കണോ. ഏത് ബിസിനസ് ആയാലും ശരിക്കും നമ്മള് ഒരു റിസ്ക് എടുത്തിട്ട് തന്നെ ചെയ്യണം. ഇത് ഞാൻ പറയല്ലേ, ഇതില് ഒരുപാട് ആൾക്കാർ എന്നോട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. പക്ഷെങ്കിൽ പിന്നെ ഞാൻ ഫാമിലി അടക്കം പറഞ്ഞിരുന്നു. ഫാമിലി, അതായത്
പിന്നോട്ട് പോകാനും പറഞ്ഞ അവര് നല്ല സപ്പോർട്ട് തന്നു. അപ്പൊ നല്ല റിസ്ക് എടുക്കണം. രണ്ടാമത് നമ്മൾ ഏത് സ്ഥാപനം തുടങ്ങുമ്പോൾ സ്റ്റാഫ്, ഒരു സ്റ്റാഫ് അങ്ങ് നല്ലുണ്ട്, പിന്നെ നമ്മൾ ആ ടെൻഷൻ എടുക്കണം. അതൊരു വലിയ എപ്പോഴും പറയുന്നൊരു പോയിന്റ്. ഒരു സ്റ്റാഫ് നല്ലതുണ്ടായി പിന്നെ വരുന്നാളൊക്കെ ആ ഒരു അതെ അതെ. അപ്പൊ എല്ലാം കൊണ്ടും ഈ രാജ്യം നമുക്ക് ഒരുപാട് നേട്ടങ്ങളും പ്രതീക്ഷകളുമാണ്. പൊതുവെ നമ്മളെ നാട്ടിനും ഗൾഫ് രാജ്യം കൊണ്ട് ഒരുപാട് നാട്ടിലാണ്. ഇപ്പൊ കേരളം പോലെ എയർപോർട്ടുള്ളൂ, അല്ലെ കേരളം പോലെ എങ്ങനെ വികസനമുള്ളൂ വേറെ രാജ്യം ഇല്ലല്ലോ. കേരളത്തിൽ ഒരുപാട് ബംഗാളീസ് ഒക്കെ വന്ന് വർക്ക് ചെയ്യുന്നു. ഗൾഫിന്റെ ഇത് തന്നെയല്ലേ അത്. കാരണം തീർച്ചയായിട്ടും നമ്മുടെ നാട് വലിയ ഡെവലപ്മെന്റിന്റെ പാതയിലാണ്, പ്രത്യേകിച്ച് കേരളം. ഏത് പ്രവാസിയോ ഒരു ലോൺ എടുത്തിട്ടെങ്കിലും 2 നില വീടും ബാക്കി വേഗിയുള്ള അതെല്ലാം വേറെ. തീർച്ചയായിട്ടും പിന്നെ വലിയ കല്യാണമായിരിക്കും, വലിയ വാഹനം മേടിച്ചു, ലോണൊക്കെ ഉണ്ടാവും. വന്നിരുന്നാലും നമ്മൾ ഹാപ്പിയാണ്. ആ ഒരു മനസ്സ് വലിയ അതുകൊണ്ട് ഒരു നല്ല ഡെവലപ്മെന്റ് കേരളത്തിൽ എന്തായാലും. അതായത് സാറ് പറഞ്ഞ ശരിയാണ്. നമ്മുടെ കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയുള്ള ഏത് മുക്കുമൂല എടുത്താലും 2 നില വീടുകളും നല്ല കാറുകളും ഒരു സാമാന്യം ശരാശരിക്ക് മുകളിൽ ഏകദേശം 90% നല്ല രീതിയിൽ തന്നെ ഒരു ഗൾഫ് വാതിൽ തന്നെ ഇപ്പൊ ആയി. കേരളം ഒരു ഗൾഫ് വാതിൽ തന്നെ ആയി. വേറെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങൾ ഇപ്പൊ കർണാടക ആയി കഴിഞ്ഞാലോ മറ്റേ തമിഴ്നാട് ആയി കഴിഞ്ഞാൽ അവരിലിപ്പോ ഒരു 300 ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അവിടെ. അതെ, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾ ഉള്ളത് കേരളത്തിലാണ്. അതെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുള്ള സംസ്ഥാനം കേരളമാണ്. അതാണ് വ്യത്യാസം. 58ഓളം 5 സ്റ്റാർ ഹോട്ടലുകളാണ് ഈ സംസ്ഥാനത്തുള്ള 5 സ്റ്റാർ ഹോട്ടലുകൾ. ബോംബെ പോലും അത്രയില്ല, മഹാരാഷ്ട്രയിൽ അത്രയില്ല. അതെ, എയർപോർട്ട് കേരളത്തിൽ തന്നെയാന്ന് തോന്നുന്നു. ഇന്റർനാഷണൽ എയർപോർട്ട് പോകുന്ന മുക്കിന് എയർപോർട്ടില്ലേ, അത്രയും വലിയ സെഷൻ. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂര് 4 എയർപോർട്ട്. പിന്നെ തൊട്ടപ്പുറത്ത് കോയമ്പത്തൂർ വരെ ഉണ്ട് ആ ഭാഗത്ത്. പിന്നെ അവിടെ മറ്റേ മംഗലാപുരത്ത് വേറെ എയർപോർട്ട് ഉണ്ടെങ്കിൽ എല്ലായിടത്തും എയർപോർട്ടുകൾ. ഇനിയും നമ്മൾ ആഗ്രഹിക്കുക എയർപോർട്ടുകൾക്ക് വരാൻ. സാറ് മുമ്പ് പറഞ്ഞൊരു കാര്യം വളരെ വാലിഡാണ്. കാരണം വെച്ചാൽ പൈസ ഇല്ലെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഒരു സേവനം നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയതിനു ശേഷം സാറിന് ഇതുപോലുള്ള ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് പോയിട്ട് അല്ലെങ്കിൽ ഒരു ഒമാനി അല്ലെങ്കിൽ ഒരു മലയാളി ഏതൊരു രാജ്യക്കാർ പിന്നെ സാറിനെ കാണുമ്പോൾ സ്നേഹങ്ങളൊക്കെ നല്ല ഇതാണ്. ഒമാനീസിന്റെ പ്രത്യേകിച്ച് നല്ല ഒരു ഇതാണ്. അവരൊക്കെ അജ്മൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവരതായി മാറി. അതാണല്ലേ എല്ലാവരും നമ്മളൊരു പരസ്യവും ഒരു മാർക്കറ്റിംഗും ഒന്നുമില്ല. പക്ഷെ മൗത്ത് പബ്ലിസിറ്റി നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ അജ്മൽ എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരതായി അങ്ങനെ ഒരു കാര്യം തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചിട്ട് പറയും എവിടെ പോകുന്നുണ്ടെങ്കിലും. ഈ പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെങ്കിലും നീ അവിടെ പോകേണ്ട അജ്മലിൽ പോയി എന്നുള്ള ഒരു കണ്ടീഷനിൽ എന്തായാലും മാഷാ അല്ലാഹ് അത് എത്തി. അല്ല ആ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ ആരൊക്കെയാണുള്ളത് ഒന്ന് പറയാമോ? വീട്ടിലെ വൈഫിന്റെ പേര്, കുട്ടികളുടെ പേരുകളൊക്കെ ഒന്ന് പറയാമോ? വീട്ടില് ഞാൻ പറഞ്ഞില്ല, പിന്നെ വൈഫിന്റെ സപ്പോർട്ടാണ് കൂടുതൽ. വൈഫിന്റെ പേരെന്താണ്? കൂടുതൽ സനീറ എന്ന് പറയും. സനീറ. പിന്നെ ഇപ്പം സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ ഉമ്മ ഉണ്ട്. ഉമ്മാന്റെ ദുആ സപ്പോർട്ട് എപ്പോ ഉണ്ടാവും. ഉമ്മയുടെ ഉണ്ടായിരുന്നു, അത് ഇപ്പം ഇടയ്ക്ക് വന്നിരുന്നു വിസിറ്റിങ്ങില്. പ്രായമായി 90 കഴിഞ്ഞ്. എന്നാലും നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ വൈഫിന്റെ കുട്ടികളൊക്കെ. അപ്പോ ഞാൻ പറഞ്ഞില്ലേ 2014 ചെറിയൊരു ഡൗണിലേക്ക് പോയി. ശരിക്കും നല്ല ഡൗൺ ആയി എന്ന് പറയാം. അപ്പൊ എന്റെ ഇളയ മോളെ പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പൊ മറ്റേ KFCന്റെ ഇയാളുണ്ടല്ലോ, അയാൾ 60ാമത്തെ വയസ്സിലാണ് ടോപ്പായി വന്നതിന്റെ ഒപ്പിയതിനടിക്കുന്നത്. അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഭാഗ്യമാണ്. എന്തായാലും മക്കളൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് അജ്മൽ ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വേറെ ടെൻഷനൊന്നുമില്ല. അവന് മറ്റു ഹോസ്പിറ്റലിൽ ചുമതലയൊക്കെ അദ്ദേഹമാണ്. അതെ. സാർ എന്തായാലും സാറ് എനിക്കറിയാം സാർ ഒരു രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. സാംസ്കാരിക പരിപാടികളായാലും ഹോസ്പിറ്റലിലെ വിശേഷങ്ങളായി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. നാട്ടിൽ കോളയാടാണ് സ്വദേശമെങ്കിലും ഇപ്പൊ ഞാൻ ഇബ്രാഹിം എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. സാർ ഒരു ഒമാനിയായി മാറിയിട്ടുണ്ട് ഏകദേശം. അപ്പൊ ഇത്രയും വിലപ്പെട്ട സമയം, തിരക്കുകളിലാണെന്നറിയാം, ഇത്രയും വിലപ്പെട്ട സമയം നമ്മളുടെ പ്രേക്ഷകരുമായി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുമായി സംബന്ധിച്ചത് വലിയ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.